ഇന്ന് പെരുന്നാളിൻ്റെ പിറ്റേ ഒരു ദിവസമാണ്. അപ്പം അന്ന് എന്തൊക്കെ തിന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിറ്റേന്ന് തന്നെയാണ് തോന്നണത്. എനിക്കാണെങ്കിൽ ഈ തലേന്നും പിറ്റേന്നും എപ്പോഴും തല തിരിയും. പെരുന്നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ പിറ്റേന്ന് എന്നല്ലേ പറയാം. ഏതായാലും അന്ന് തിന്നാണ് കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇഞ്ച വീട്ടിലാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദോശയാണ്. ഇഞ്ച വീട്ടിലാണെങ്കിൽ എന്നും ദോശക്കാരെ രാവിലെ ഉണ്ടാവുക. പിന്നെ വലിയൊരുന്നാൾ കഴിഞ്ഞാൽ ബീഫില്ലാത്തൊരു കളിയില്ലല്ലോ. അപ്പോൾ പിന്നെ ദോശയും ബീഫുമാണ്. ഞാൻ 2 ദോശയൊക്കെയാണ് എടുത്തത്. ബീഫായതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പാടും പെരിയിലായതുകൊണ്ട് ഞാൻ ഈ മുഖമൊന്നും കാണിച്ചു തരുന്നില്ല. പിന്നെ ഇത് പെരുന്നാളിൻ്റെ അന്നുണ്ടാക്കിയ പായസം ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം എടുത്ത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ തിന്നിട്ടില്ലെങ്കിൽ ഒന്ന് തിന്ന് നോക്കിയിട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഉച്ചക്കൊക്കെ നെയ്ച്ചോറ് ആണ് ഉണ്ടാക്കിയത്. നെയ്ച്ചോർക്ക് ബീഫ് കുറച്ച് ഡ്രൈ ആക്കാൻ പറഞ്ഞപ്പോൾ ഇത് കുറച്ച് ഇത്രയും ഡ്രൈ ആക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ കുറച്ച് ഗ്രേവിയിൽ ഇനി ഡ്രൈ ആക്കാൻ പറഞ്ഞത്. പിന്നെ ഡ്രൈ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ അല്ലല്ലേ. എനിക്ക് കുറച്ചുകൂടി ഗ്രേവിയിലേനും ഇഷ്ടം. പിന്നെ നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വൈകുന്നേരം ഇപ്പോൾ വന്നപ്പോൾ കൊടുന്നാട്ടെ ഈ ഫ്രഞ്ച് ഫ്രൈസ്. ഇത് പൊരിച്ചാലെ പാക്കറ്റിന് കൊടുന്നതിന് പിന്നെ പൊരിച്ചതാണ്. അങ്ങനെ രാത്രി പിന്നെ വേറെ ബീഫ് ഉണ്ടാക്കിനി കേട്ടോ. അപ്പോൾ അതിക്ക് ഞാൻ ചോറും പിന്നെ കുറച്ച് മോരും കറിയൊക്കെ ഒഴിച്ചുകൊണ്ട് അങ്ങനെ തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ചട്ടിയിൽ തിന്നുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറൊരു ടേസ്റ്റ് ആണല്ലോ. ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.